എൻ്റെ കൂടെ ഇരിക്കുന്നത് യൂട്യൂബർ ആയിട്ടുള്ള വിശ്വലത മാമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചാനൽ കാണുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വലത മാമിൻ്റെ കൂടെ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ടൂറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ദർശനം പുറത്തുനിന്ന് ഞങ്ങൾ ദർശനം കഴിഞ്ഞു. ഇനി അകത്തോട്ട് കയറാനുള്ള കാര്യങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എന്താണ് വിശ്വലതയ്ക്ക് പറയാനുള്ളത് ഈ അമ്പലത്തെ പറ്റി? എന്താണ് എക്സ്പീരിയൻസ് ഈ അമ്പലത്തെ പറ്റി? ഇത് ഈ കഴിഞ്ഞ മാസം മാത്രമാണ് ഇത് വരാനുള്ള പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരു 30 ദിവസത്തിനകം ഇവിടെ എത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് ദേവിയുടെ അനുഗ്രഹമായിട്ട് ദേവി വിളിച്ചത് കൊണ്ടാണ് ഇവിടെ വരാൻ പറ്റിയത്. പക്ഷേ ഇവിടെ വന്ന് എനിക്ക് മൈൻഡ് ഔട്ട് ആയിപ്പോയി കേട്ടോ. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. എനിക്ക് വേറെ വലിയ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അതല്ല, എൻ്റെ മൈൻഡ് ഔട്ട് ആയിപ്പോയി. എനിക്കൊരു ഫുള്ളി ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ബ്ലാങ്ക് ഫീലിംഗ് ആണ് എനിക്ക് ഇപ്പോഴും. അങ്ങനെയാണ് കേട്ടോ, എനിക്കൊരു ബ്ലാങ്ക് ഫീലിംഗ് ആണ് എനിക്ക് തോന്നണത്. അതെ അതെ, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നം എന്നുള്ള ഒരു ചിന്തകളും ആഗ്രഹമായിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ എത്താൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും സാർ. അത് ഒരിക്കലും ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ വരാൻ പറ്റിയിരുന്നെങ്കിലെന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. പക്ഷേ കഴിഞ്ഞ മാസം പറഞ്ഞു ശ്രീജിത്ത് അത് അപ്പം തന്നെ അത് ശരിയാക്കി. ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിനുള്ളിലാണ് അത് പ്ലാൻ ചെയ്തത്. 1 മാസത്തിനുള്ളിൽ ഇവിടെ വരാനും പറ്റിയത് ദേവി വിളിച്ചായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റിയത്. ഉറപ്പായിട്ടും നമ്മൾ കൊല്ലൂർ മൂകാംബിയെ പോലെ തന്നെ വിളിക്കുന്നവർക്കേ ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു വലിയ റിയാലിറ്റി ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തു. കാരണം ഒരുപാട് ആളുകൾ വന്നെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എളുപ്പമല്ല വരാനായിട്ട്, നല്ല തിരക്കുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ ഈ ബലികർമ്മങ്ങളൊക്കെ കണ്ടല്ല, ഈ ഒരു പോത്തിനെ വെട്ടുന്നത്, പിന്നെ കറുത്ത ആടുകൾ, അത് കണ്ടപ്പോൾ എന്താണ് ഒരു എക്സ്പീരിയൻസ്? ശക്തയ ശക്തി പൂജകൾ ഇതെവിടേക്കാണോ നമ്മളുടെ ആത്മാവ് എത്തുന്നത് അവിടത്തേക്ക് എത്തി എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ എല്ലാവർക്കും മോക്ഷമാണ്. അപ്പോൾ ആ ഒരു എനിക്ക് തോന്നിയത് അത് ഡയറക്റ്റ് ആ മോക്ഷത്തിലേക്ക് പോയിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ജനിച്ച ജന്മങ്ങളാണ് ആ ഒരു പോത്തും ആ ഒരു ആടെല്ലാം. അതിനെ ദേവിയുടെ മുന്നിൽ അത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് വിടുന്ന ഒരു പ്രക്രിയ. നമ്മളുടെ ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നാലേ ആ ഒരു ഫീലിംഗ്, അവരും ആ ഒരു ജീവി നേരെ മോക്ഷത്തിലേക്ക് ദേവിയുടെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു. അതൊരു റിയാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടാ ഇവിടെ വന്നപ്പോൾ. കാരണം ഞാൻ ആദ്യം ഇതിങ്ങനെ വെട്ടുന്നത് കാണണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് നിന്നത്. പക്ഷെ അത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ സത്യം ഉണ്ടാവണമല്ലോ. അതെ. അപ്പൊ ആ സത്യം എന്ന് പറയുന്നത് ഡയറക്ഷൻ മോക്ഷമായിരിക്കണം. ആ മോക്ഷത്തിന് വേണ്ടിയിട്ട് ജനിച്ച അതിന് വേണ്ടിയിട്ട് മാത്രം ജന്മം എടുത്തതായിരിക്കണം ഇതൊക്കെ. അപ്പം നമ്മൾ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞ് ചെയ്യേണ്ടുന്നത് അവർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവണം. ഉറപ്പായിട്ടും. അപ്പം അങ്ങനെയുള്ള ആ ഒരു അങ്ങനത്തെ സോളുകളാണ് അവരുടെ പോത്തായിട്ടും ആടായിട്ടൊക്കെ വന്നിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ ഒരുപാട് കറുത്ത ആടുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്, കുറേ എണ്ണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, കുറേ എണ്ണത്തിനെ വെട്ടുന്നുണ്ട്. അപ്പം നമുക്കിത് എന്താണ് ഇവിടെ പൂർണ്ണമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. എന്നാലും ഈ ശക്തയ പൂജകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അല്ലേ? അതിനു മുമ്പ് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയധികം ആൾക്കാർ, അതായത് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ക്ഷേത്രമാണ്. നമ്മുടെ കേരളത്തിലെ പോലെ എല്ലാ അവസ്ഥ. ഇവിടെ ഒരു ഹില്ലാണ്, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ദർശനത്തിനാണെങ്കിൽ 4 മണിക്കൂർ 8 മണിക്കൂർ എല്ലാം ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ കയറുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ വിശ്വനാഥന്റെ കൂടെ ഇവിടെ വരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാനും കണക്കാക്കുന്നു. സാറിനെ പോലെ ഒരാളിനെ സത്യം പറഞ്ഞ സാറിന്റെ കൂടെ വരാൻ പറ്റിയത് എനിക്ക് അതും ഒരു നിമിത്തമായിരിക്കും. അതെ, എല്ലാവരും ഒരു ദേവിയുടെ ഒരു ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കൂടെ 10-18 പേരല്ലേ, ഒരു 20 പേരോളം ഉണ്ട്. അപ്പൊ എല്ലാവരും നല്ല ഉപാസകന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, ശ്രീ വിദ്യോപാസന ചെയ്യുന്നവരുണ്ട്, മറ്റുള്ള കാളിനെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ശ്രീജിത്ത് തന്നെ, നമ്മുടെ കൂടെ ഉള്ള ശ്രീജിത്ത് തന്നെ ഒരു കാളി ഉപാസകനാണ്. അപ്പോൾ ശാക്തേയ പൂജ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പൊ കുറെ പേര് അങ്ങനെയുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പൊ ഇതെല്ലാം കൂടി ഒരു നല്ലൊരു വൈബാണ്. അപ്പൊ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത ട്രിപ്പിലേക്ക് അല്ലേ, ശ്രീജിത്തിന്റെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. നമ്മളും ഉണ്ടാവും. കാരണം ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് വേറെ നമുക്കറിയാൻ പറ്റില്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന ഒരു ബുദ്ധിമുട്ടില്ല. ശ്രീജിത്തുള്ളതുകൊണ്ട് ശ്രീജിത്തിന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ വരണം, ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഇല്ല.
അതൊരു വലിയ കാര്യമല്ലേ. പുള്ളിക്ക് അത്യാവശ്യം അവിടെ ഉള്ള പൂജാരികളൊക്കെ ആയിട്ട് പരിചയമുണ്ട്. പൈസ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ അദ്ദേഹം റെഡിയാക്കി. അന്ന് കാശി പോയപ്പോഴും അങ്ങനെയായിരുന്നു. അന്ന് കാലഭൈരവൻ ക്ഷേത്രത്തിൽ കയറി, അത് ആ ശ്രീകോവിലിനുള്ളിൽ കയറാൻ പറ്റിയത് ഞങ്ങൾക്കൊരു ഗർഭഗൃഹത്തിനകത്ത് കയറി ഒരു 4 മണിക്കൂർ അതിനെപ്പറ്റി നിൽക്കാൻ പറ്റി. ശ്രീത്തിനോട് നമുക്കൊന്നുകൂടി ചോദിക്കാം. ശ്രീത്ത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? കാശിയിലെയാ? കാശിയെ പറ്റി കാശി ശ്രീത്തോടുണ്ട്. കാശിയിലെ ഒരു 2022 മുതൽ തുടങ്ങിയാണ്. ഏകദേശം 50-ൽ കൂടുതൽ തവണ ഞാൻ കാശിയിലെത്തി ഓൾറെഡി. അപ്പോൾ കാലഭൈരവനും വിശ്വനാഥനും ഗംഗ ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അന്ന് മാഡത്തിനെയും കൂട്ടിയിട്ട് കാലഭൈരവൻ്റെ ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിൽ പോയി അവിടെ നേദ്യം കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായി, അവരെ കൊണ്ടുപോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതൊരു വലിയ സന്തോഷമായി. കഴിഞ്ഞ തവണ ഞാൻ വരാനിരുന്നാണ്, പക്ഷേ ഞാനത് മിസ് ചെയ്തു. അപ്പോൾ സമയമായിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. രാത്രി 1 മണിക്ക് ശേഷമുള്ള ഒരു ശയനാരതിയുണ്ട് കാലഭൈരവന് രാത്രി. അത് മിസ്സാക്കാൻ പാടില്ലാത്തവരാണ്. അത് നമ്മൾ ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിൽ ഭഗവാന് നേദ്യം കൊടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു മണിക്കൂറോളം സ്പെൻഡ് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റി. പുറത്ത് ഒരു 4 മണിക്കൂറോളം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാലഭൈരവൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നിന്നു. ആ പൂജാരിയായിട്ട് നല്ല ബന്ധമാണ്. എന്തായാലും ഇത് ഞാൻ പല ടൂർ ഓപ്പറേറ്ററിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ്. ഇതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്പിരിച്വാലിറ്റി നല്ല ഹൈ ലെവലിൽ പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അത് ആ യാത്രയിൽ നമ്മളോട് വരികയും അത് എൻജോയ് ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൂടെ പോയാൽ ഒരു പരസ്യത്തിന് വേണ്ടി ഞാൻ പറയണല്ലോ കേട്ടോ, അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് സഹായങ്ങളും ചെയ്യാനായിട്ട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ പുള്ളി കെയർ ചെയ്തൊക്കെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കെയറിങ് എല്ലാവരുടെ കാര്യങ്ങളും രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ പുള്ളി വന്ന് വിളമ്പി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു കെയറിങ് കൊടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആളെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് വീഡിയോയിൽ പറയുന്നത്. ഞാനും അതാണ്. അപ്പോൾ അന്ന് കാശി പോയപ്പോൾ ഞാൻ ശ്രീധരൻ്റെ പറഞ്ഞ് ഞാനിവിടെ വന്നത് കാലഭൈരവനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീധരത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരാളിനെയാണ് കാത്തിരുന്നത്. നമുക്കിന്ന് അന്ന് 52 പേര് അങ്ങോട്ട് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 6 പേര് മാത്രമാണ് അന്ന്. 40 പേര് വന്നാല് അതില് കാലഭൈരവന്റെ ആ ഉള്ളിൽ കയറാൻ കുറച്ച് പേർക്ക് യോഗം ഉണ്ടാവും. അങ്ങനെ 5 പേർക്കാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചാണ്, ഇപ്പോൾ കുറേ ആൾക്കാരുടെ ഞാൻ അതിനുശേഷം പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ശ്രീധരനെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നമ്പർ കൊടുത്ത് കുറച്ച് കുറേ ആൾക്കാർ എൻ്റെ പരിചയത്തിൽ വന്നതാണ്. പക്ഷെ അത് എനിക്ക് ആ വിശ്വാസമുണ്ട്. ശ്രീത്ത് അത്രയും നല്ല കെയർ ചെയ്ത് എല്ലാം അറിയാം. എവിടെ ചെന്നാലും ഇപ്പം ഏത് അമ്പലത്തിൽ ചെന്നാലും ശ്രീത്തിനെല്ലാം അറിയാം. നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. എല്ലാം ശ്രീത്തിന്. അതല്ല, അതില് കാലഭൈരവൻ്റെ അടുക്ക് അന്ന് പോകാൻ പറ്റിയത്, കാലഭൈരവൻ എന്ന് വെച്ചാൽ കാലത്തിൻ്റെ അധിപനാണ്. ഈ കാലത്തിനെ അതിജീവിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ കാലഭൈരവൻ്റെ അവിടെ കാണൂ. എല്ലാവർക്കും പറ്റുന്നതല്ല. എൻ്റെ ഭാഗ്യമല്ല, അത് നിങ്ങളെ കാലഭൈരവൻ കണ്ടു, അതുകൊണ്ടാണ് എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. അല്ലാത്ത ആൾക്കാരെ എന്തോരം പേരെ കൊണ്ടുപോകുന്നില്ല, എല്ലാവരെയും പറ്റാറുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും കാമാഖ്യ ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ നിമിത്തമാണ് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയത് പോലും. ഇപ്പോൾ നിങ്ങളെല്ലാവരും നിമിത്തമാണ്. അപ്പോൾ ശ്രീത്തിനെ കണക്ട് ചെയ്യാൻ പറ്റിയതും ഇപ്പോൾ സാറിനെ കണക്ട് ചെയ്യാൻ പറ്റിയതും ഒക്കെ യൂട്യൂബ് കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി ഒരുപാട്. നന്ദി, നമസ്കാരം. നമ്മളുടെ ഉള്ളത് ശ്രീത്താണ്. അദ്ദേഹമാണ് ഈ ടൂർ ഓപ്പറേറ്റർ. അപ്പോൾ അമ്പലത്തിനെ പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കാം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി ഒന്ന് പറയാമോ? ഇത് മാ കാമാഖ്യ ക്ഷേത്രമാണ്. ഗുവാഹട്ടിയിലാണ്, ആസാമിൽ. ഇത് 51 ശക്തിപീഠങ്ങളിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ മാ കാമാഖ്യ അമ്മയാണ്. ഇപ്പോൾ അമ്പുവാച്ചി മേള കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ തിരക്ക് കുറവുണ്ട്, എന്നാലും തിരക്കുണ്ട്. ഇവിടെ ബലി കൊടുത്തിട്ട് തന്നെയാണ് പൂജ നടക്കുന്നത്. എല്ലാ ദിവസവും എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെയും ബലി കൊടുത്ത് പോത്ത്, ആട്, പ്രാവ്, മീൻ എല്ലാത്തിനും ബലി കൊടുക്കും. മീനും വെട്ടും, താറാവ് എല്ലാത്തിനും ബലി കൊടുത്തിട്ടുള്ള പൂജകളാണ്. വളരെ ശക്തി ഉള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഒരു നീലാചൽ നീലാചൽ മല നിരയിൽ ഉള്ള അമ്പലമാണ്. ഇതിൻ്റെ തൊട്ട് പിറകിൽ തന്നെ ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ കൈവരിയിൽ തന്നെ ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ചുറ്റും താഴെയായിട്ടൊക്കെ ദശമഹാവിദ്യാ ക്ഷേത്രങ്ങൾ
ഇവിടെയുണ്ട്. ഷോഡശി, തൊട്ടപ്പുറം താര, കാളി, ഭുവനേശ്വരി, ബഗള, ചിന്നമസ്ത, കമല, എല്ലാ ദശമഹാവിദ്യാക്ഷേത്രങ്ങളെല്ലാം ഇവിടെ തന്നെ ഈ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട്. ഇതെവിടെയാണ് ബലി കൊടുത്തിട്ട് പൂജ, പോത്ത്, പ്രാവ്, ആട് എല്ലാം ഇവിടെ വെട്ടിയിട്ട് പൂജ കൊടുക്കുന്ന സ്ഥലമാണ്. അതായത് അമ്പലത്തിന്റെ നേരെ നടയിലാണ് ബലി കൊടുക്കുന്ന ആ ഒരു സ്ഥലം. അവിടെ നമുക്ക് കാണാൻ പറ്റും, ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് അതെല്ലാം കണ്ടിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് താങ്കളുടെ ഈ വനിത പ്രോഗ്രാംസ്, സ്പിരിച്വൽ പിൽഗ്രിംസിനെ കൊണ്ടുപോകുന്ന പ്രോഗ്രാമുകൾ? നമ്മൾ എല്ലാ ശക്തിപീഠങ്ങളും 12 ജ്യോതിർലിംഗങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. 4 ഡാമുകൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് ചാർധാം, കേദാർനാഥ്, അവിടെയുള്ള കേദാർനാഥും, പിന്നെ ബദ്രിനാഥ്, രാമേശ്വരം, ദ്വാരക, പുരി, ഇത് ചാർധാമായിട്ട് വരുന്നത്, അതും കവർ ചെയ്യുന്നുണ്ട്. 12 ജ്യോതിർലിംഗങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. കൈലാസ് മാനസരോവർ ചെയ്യുന്നുണ്ട്. പഞ്ചകേദാർ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ സ്പിരിച്വലായിട്ടുള്ള എല്ലാ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള മെയിൻ ക്ഷേത്രങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അമ്പലങ്ങളാണ് മെയിൻ ഫോക്കസ്. അപ്പോൾ നമ്മളെ ഇത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. അദ്ദേഹം എല്ലാ സഹായങ്ങളും നമ്മുടെ കൂടെ വരികയും ചെയ്യും. നമുക്ക് വേണ്ടുന്നതായ ഓരോ സഹായങ്ങൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തു തരാൻ വളരെ നല്ല കൈൻഡ്ഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത്. കാരണം ഞാൻ സാധാരണ ഇങ്ങനെ ഗ്രൂപ്പിനോടൊന്നും പോകാത്ത ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകണമെന്ന് തോന്നിയുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബട്ട് നമ്മളൊരു ടൂർസ് ആൻഡ് ട്രാവൽസ് പോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് നേരെ ഓപ്പോസിറ്റ്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് നേരെ ഓപ്പോസിറ്റ് പിന്നെ ക്യാപിറ്റൽ ടവേഴ്സ് എന്നുള്ള ഒരു ബിൽഡിങ്ങിൽ 4ാമത്തെ ഫ്ലോറിലാണ് SES ലക്ഷറി ടൂർസ് എന്നാണ് കൊടുത്തിട്ടുള്ള. പിൽഗ്രിം ട്രാവൽസ് ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുള്ള, സാധാരണ ആശ്രമങ്ങളിലൊക്കെ പോയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സാധാ ഹോട്ടലുകളല്ല, എല്ലാം നല്ല പ്രീമിയം ലെവലിൽ ചെയ്യുന്ന സർവീസ് കൊടുക്കുന്ന രീതിയാണ്. ഒന്നും സാധാ രീതിയല്ല, എല്ലാം പ്രീമിയം സ്റ്റൈലിൽ കൊടുക്കുന്നുണ്ട്. SES ലക്ഷറി ടൂർസ്, ഫ്ലൈറ്റ്, AC 3 സ്റ്റാർ ഹോട്ടൽസ്, 3 സ്റ്റാർ ഫുഡ്, അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ശ്രീജിത്തിനെ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് വേറെ കൂടുതൽ വിശേഷങ്ങൾ ഇതിനെപ്പറ്റി വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. കാമാഖ്യ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചിന്നമസ്തേൻ്റെ അവിടെ ആണ്.